ജന്തർ മന്ദറിലെ ലാത്തിചാർജിൽ പരിക്കേറ്റ സാക്ഷി എന്ന വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ സംഘം. കഴുത്തിന് പരിക്കേറ്റ ഛത്തർപൂർ സ്വദേശിയായ 21-കാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. സഹോദരിക്കൊപ്പം സമരത്തിനെത്തിയപ്പോഴായിരുന്നു പോലീസ് അതിക്രമം. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തായാലും സാക്ഷിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? ഈ ചികിത്സയ്ക്കായിട്ടുള്ള മറ്റു നടപടികൾ ഏത് രീതിയിലാണ്? സ്വാതി, ഏതായാലും ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും പുതുതായി ഇതിൽ ലഭിക്കുന്നത്. കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ അടക്കം പോലീസ് പുറത്ത് മാധ്യമങ്ങളോടടക്കം സംസാരിക്കാതെ കൃത്യമായി നിരീക്ഷണത്തിലാണ് മാതാപിതാക്കളടക്കം. ഛത്തീസ്ഗഡിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. 21 വയസ്സുള്ള പെൺകുട്ടി, ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ചേച്ചിക്കൊപ്പമാണ് ഈ സമരത്തിന് പങ്കെടുക്കാനെത്തിയത്. സമരത്തിൽ പങ്കെടുക്കാനെത്തുമ്പോൾ ഈ പോലീസിന്റെ വലിയ തോതിലുള്ള അക്രമത്തിനിരയാകുകയായിരുന്നു. ഈ കുട്ടിയുടെ കഴുത്തിനാണ് പരിക്കേറ്റത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി ഇതിനെ അതിജീവിച്ചാൽ തന്നെ സ്പൈനൽ കോഡിനടക്കം പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നു. ഏതായാലും ഗുരുതരമായി തന്നെ ഈ അവസ്ഥ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കാൻ വളരെ ആവേശത്തോടെ സഹോദരിക്കൊപ്പം എത്തിയതായിരുന്നു ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന ഈ വിദ്യാർത്ഥി. അതിനിടെ ഈ വിദ്യാർത്ഥി സമരത്തിനിടയിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറി ഗുരുതരമായി ഈ കുട്ടിക്ക് പരിക്കേൽക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കുട്ടിയുടെ കണ്ണിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ പോലീസിന്റെ അക്രമത്തിൽ പരിക്കേറ്റു. പക്ഷേ ഈ സാക്ഷി എന്ന 21-കാരിയാണ് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഏതായാലും സർക്കാർ ഈ മെഡിക്കൽ ബോർഡ് അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ ചികിത്സയിൽ ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മെഡിക്കൽ ബോർഡിന്റെ ചികിത്സ തുടരുകയാണ്. വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയാണ് കുട്ടി ജീവിക്കുന്നത് എന്ന് തന്നെയാണ്. മാതാപിതാക്കൾ അടക്കമുള്ളവർ ഏതായാലും ആശുപത്രിയിലുണ്ട്. സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് കുട്ടി ചികിത്സയിലുള്ളത്. ശരി ഷബ്ന.